So, what is metamorphic rocks? Metamorphic rocks ഞാൻ നേരത്തെ പറഞ്ഞു igneous rocks ഉം sedimentary rocks ഉം തന്നെയാണ് metamorphic rocks ഉണ്ടാവുന്നത്. ഈ igneous rocks ഉം sedimentary rocks ഉം undergo metamorphism to form metamorphic rocks. What is metamorphism? Metamorphism എന്ന് പറഞ്ഞാൽ change in surrounding conditions of temperature, pressure and chemically active fluids. Existing sedimentary and igneous rocks എന്തെങ്കിലും ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സിന്റെ ആക്ഷൻ വന്നിട്ട് ഫൈനലി ദേ വിൽ ഫോം മെറ്റാമോർഫിക് റോക്സ് ആണ്. What are the factors affecting metamorphism? First one, temperature. What happens when the temperature around the rock changes? The mineral composition of the rocks undergoes some changes in order to adjust to the temperature changes. Internal heat, magmatic heat are the two major sources of heat. Okay, so main ആയിട്ട് എന്താ നമ്മുടെ ഈ igneous rock തന്നെ ഇപ്പം ഏറ്റവും താഴെ എർത്തിന്റെ ഏറ്റവും താഴെ കണ്ടുവരുന്ന ഏതാ പ്ലൂട്ടോണിക് റോക്സ് അല്ലേ. അപ്പം എർത്തിന്റെ അണ്ടർ ലൈക്ക് സബ് സർഫേസ് ഓഫ് എർത്തിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. സോ ആ ടെമ്പറേച്ചർ ഒത്തിരി കൂടുന്ന കാരണം എന്താ സംഭവിക്കുക, ഫ്യൂസിങ് പോയിന്റ് ഒക്കെ പോവും. ഫ്യൂസിങ് പോയിന്റ് ഒക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇവരെന്താണ് മെറ്റാമോർഫിക് റോക്സിലേക്ക് കൺവേർട്ട് ആവുന്നത്. സോ ടെമ്പറേച്ചർ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് വേറൊരു പുതിയ കെമിക്കൽ ഫോമിലേക്ക് വരും. അതുപോലെ തന്നെ പ്രഷറും. ഓക്കെ, സോ റോക്സ് ആർ സബ്ജക്റ്റഡ് ടു പ്രഷർ ഫ്രം ടു സോഴ്സസ് ആണ്. ഒന്ന് ഓവർ ബേർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ റോക്കിന്റെ പുറത്ത് തന്നെ ഡിഫറെന്റ് ലെയേഴ്സ് കാണുമല്ലോ. സോ ഈ ഡിപ്പോസിഷൻ കൂടുന്തോറും ബോട്ടം ലെയറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഒത്തിരി കൂടും. സോ അത് കാരണം എന്താ സംഭവിക്കുക, ഈ മോളിക്യൂൾസ് അവരുടെ ആറ്റംസ് ഒക്കെ ഇതിൽ അണ്ടർഗോ റീക്രിസ്റ്റലൈസേഷൻ, അല്ലെങ്കിൽ ഡ്യൂ ടു ക്രസ്റ്റ് മൂവ്മെന്റ്സ് ഡ്യൂറിംഗ് ദി കൺവേർജൻസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ദാറ്റ് ഈസ് earthquake ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു earthquake ഹസാർഡസിൽ ഒരു മെയിൻ ഹസാർഡസ് പ്രോബ്ലം അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് earthquake നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ചേഞ്ചസ് ടു ദ നാച്ചുറൽ എൻവയോൺമെന്റ്. ഓക്കെ, സോ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് ഒത്തിരി കൂടുന്ന സമയത്ത് ഈ റോക്സ് ആർ സബ്ജക്റ്റഡ് ടു വെരി ഹൈ പ്രഷർ. ആ സമയത്തും എന്താ സംഭവിക്കുക, ഒരു റീക്രിസ്റ്റലൈസേഷൻ നടന്നിട്ട് മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഉള്ളത് കെമിക്കൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, the presence or absence of chemically active fluids within the body of the rocks. For example, ഈ റോക്സിനൊക്കെ വോയിഡ്സ് കാണും. ഈ വോയിഡ്സിനകത്ത് ചിലപ്പോൾ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ ആസ് ടൈം പാസസ് വാട്ട് ഹാപ്പൻസ്, ഈ റോക്കിലുള്ള മിനറലുമായിട്ട് ഈ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ് റിയാക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുക, പുതിയൊരു കെമിക്കൽ ഉണ്ടാവും. പുതിയൊരു കെമിക്കൽ അല്ലെങ്കിൽ പുതിയൊരു മിനറൽ ഉണ്ടായിട്ടായിരിക്കും മെറ്റാമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. With the rise in temperature, the pore fluids undergo expansion and may become very active in disturbing, or even what will happen, അവരുടെ ഒറിജിനൽ ക്രിസ്റ്റൽ ബൗണ്ടറീസ് തന്നെ ബ്രേക്ക് ആയി പോകും. അങ്ങനെയും എന്താ സംഭവിക്കുക, റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കാറുണ്ട്. Then some fluids present around the rocks also come in contact with them at elevated temperature and react with the minerals within the rocks, producing many changes in their composition and structure. This type of change is called metasomatism. എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ റോക്കിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ അത് ഈ റോക്കിന് കോണ്ടാക്ട് വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഒരു വേറെ മിനറൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റാസോമെറ്റിസം എന്ന് പറയുന്നത്. റീക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന എപ്പോഴായിരുന്നു, പോസിനകത്തുള്ള കെമിക്കലി ആക്റ്റീവ് ലിക്വിഡ്സ് ടെമ്പറേച്ചർ ഒത്തിരി കൂടുമ്പോൾ അവരുടെ ക്രിസ്റ്റലൈൻ ബൗണ്ടറി തന്നെ ബ്രേക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുക, വേറെ മിനറൽസ് ആയിട്ട് മാറും. അതിനാണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്.
സോ ടെമ്പറേച്ചർ ചേഞ്ചോ പ്രഷർ ചേഞ്ചോ അല്ലെങ്കിൽ കെമിക്കൽ എൻവയോൺമെന്റിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമ്പോൾ ഈ ഇഗ്നീഷ്യസ് റോക്സും മെറ്റാമോർഫിക് റോക്സ് ഇഗ്നീഷ്യസ് റോക്സും സെഡിമെന്ററി റോക്സും മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറും. Now, what are the different kinds of metamorphism? Thermal metamorphism. Thermal എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ഹീറ്റ് ആണ് ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നതാണ് കോണ്ടാക്ട് മെറ്റാമോർഫിസം. Contact metamorphism is a common type of thermal metamorphism observed in rock existing close to the magmatic intrusions ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നടക്കില്ലേ, അതിന്റെ അടുത്ത് കിടക്കുന്ന മെറ്റാമോർഫിക് റോക്സ് ആണ് എന്താണ്, ദേ ആർ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹൈ ടെമ്പറേച്ചർ അല്ലേ. സോ ഈ മാഗ്മയുടെയോ അല്ലെങ്കിൽ ഹോട്ട് ലാവയുടെ ഒക്കെ ടെമ്പറേച്ചർ കാരണം ഇവര് എന്തായി മാറും, മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറും. സെക്കൻഡ് വൺ, pyrometamorphism. In this type of metamorphism takes place when a part of the country rock may get actually entrapped within a magmatic body. Okay, ഒരു എക്സിസ്റ്റിംഗ് റോക്കിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഏതെങ്കിലും മാഗ്മാറ്റിക് ബോഡിന്റെ അകത്ത് എൻട്രാപ്പ് ചെയ്യപ്പെടുവാണെങ്കിൽ എന്താ സംഭവിക്കുക, അത്രയും പോർഷനിൽ ചേഞ്ച് വന്നിട്ട് മെറ്റാമോർഫിസം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. Then we have plutonic metamorphism. In this type of metamorphism, okay, changes the rocks to takes place due to both imposed loads and very high temperature. ഞാൻ പറഞ്ഞു പ്ലൂട്ടോണിക് റോക്സ് ഉണ്ടാവുന്നത് ഡീപ്പ് അണ്ടർ ദി എർത്ത് സർഫസ് ആയിരിക്കും. സോ അവിടെ ഹൈ ടെമ്പറേച്ചറും പിന്നെ ഓവർ ബർഡൻ പ്രഷർ കാരണവും മെറ്റാമോർഫിസം ഉണ്ടാവും. സോ തെർമൽ മെറ്റാമോർഫിസത്തിനകത്ത് വരുന്നതാണ് കോണ്ടാക്ട്, പൈറോ ആൻഡ് പ്ലൂട്ടോണിക്. പിന്നെ വരുന്നത് ഡൈനാമിക് മെറ്റാമോർഫിസം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസ്റ്റിക് മെറ്റാമോർഫിസം. ഇത് എപ്പോഴാണ് വരുന്നത്, ഇവിടെ ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സംതിങ് റിലേറ്റഡ് ടു ഫോഴ്സ് അഥവാ പ്രഷർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത്. ഓക്കെ, പാരന്റ് റോക്കിന്റെ പുറത്ത് എന്തെങ്കിലും ഡ്രാസ്റ്റിക് പ്രഷർ ചേഞ്ച് വരുമ്പോഴായിരിക്കും ഈ ടൈപ്പ് മെറ്റാമോർഫിസം ഉണ്ടാവുക. ഓക്കെ, there is no or little formation of new minerals by this metamorphism. Okay, dynamic metamorphism ഭയങ്കര റെയർ ആണ്. പിന്നെ ഉള്ളത് ഡൈനോതെർമൽ. പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി, ഹിയർ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. രണ്ടുപേരും ഒരുമിച്ച് ആക്ട് ചെയ്തിട്ടാണ് മെറ്റാമോർഫിസം സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമോതെർമൽ മെറ്റാമോർഫിസം. ഓക്കെ, now coming on to metamorphic rocks. നമ്മൾ മെറ്റാമോർഫിക് റോക്സ് എന്താന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ഓക്കെ, സോ മെറ്റാമോർഫിക് റോക്സിന്റെ കമ്പോസിഷൻ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒബ്വിയസ്ലി പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് അഥവാ പാരന്റ് റോക്കിന്റെ കമ്പോസിഷന് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. പിന്നെ ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിഗ്രി ഓഫ് മെറ്റാമോർഫിസം, എത്രത്തോളം ചേഞ്ച് പാരന്റ് റോക്കിൽ വന്നു എന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, മെറ്റാമോർഫിക് റോക്ക് made up of CaCO3, that is from sedimentary rock limestone. Okay, അതിന്റെ എക്സാമ്പിൾ ആണ് മാർബിൾ എന്ന് പറയുന്നത്. മാർബിൾ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, സെഡിമെന്ററി റോക്ക് അഥവാ ലൈം സ്റ്റോണ് when they undergo metamorphism മാർബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഷെയില് മെറ്റാമോർഫിസത്തിന് വിധേയമാകുമ്പോൾ it will become slate. Okay, ഇനി two broad groups of minerals are formed during metamorphism. ഒന്ന് stress minerals, ഒന്ന് anti-stress minerals ആണ്. Okay, so which stress minerals are produced in the metamorphic rocks under stress factor ആയിരിക്കും. Okay, whereas anti-stress minerals, so they are produced under the effect of temperature. Okay, stressed ആയിട്ടാണ് പുതിയ minerals ഉണ്ടാവുന്നതെങ്കിൽ അതിനെ stress minerals എന്നും ടെമ്പറേച്ചർ കാരണമാണെങ്കിൽ അതിന് ആന്റി സ്ട്രെസ് എന്നും പറയും. എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ടെമ്പറേച്ചർ ആണെങ്കിൽ ഒലിവിൻ, സ്ട്രെസ് ആണെങ്കിൽ മസ്കവൈറ്റ് എന്ന് പറയും. ഇനി we have different textures of metamorphic rocks. Okay, we have different textures of metamorphic rocks ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഈ പടം നോക്കാം. പടം നോക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ കൂടി വായിച്ചു പോവാം.
ഫസ്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലോബ്ലാസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ പാരന്റ് റോക്കിന് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് ചേഞ്ച് വന്നിട്ട് ഈ മെറ്റാമോർഫിക് റോക്കിൽ കംപ്ലീറ്റ്ലി ഒരു വേറെ ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിനാണ് ക്രിസ്റ്റോബ്ലാസ്റ്റിക് ടെക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ന്യൂലി ഇമ്പോസ് ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. പാലിംസിസ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്റ് റോക്കിൽ എന്ത് ടെക്സ്ചർ ആണ് ഉള്ളത് ആ ടെക്സ്ചർ മെറ്റാമോർഫിക് റോക്കിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഈവൻ ആഫ്റ്റർ മെറ്റാമോർഫിസം. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ദ സ്ട്രക്ചേഴ്സ് ഓഫ് മെറ്റാമോർഫിക് റോക്സ്. ഫസ്റ്റ് വരുന്നത് കാറ്റക്ലാസ്റ്റിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, മെറ്റാമോർഫിസത്തിന്റെ ടൈമിൽ സിവിയർ ആയിട്ടുള്ള ക്രഷിങ്ങും ഷിയറിംഗ് ഇഫക്റ്റ് കാരണവും ഉണ്ടാവുന്ന ടെക്സ്ചറിനെയാണ് നമ്മൾ കാറ്റക്ലാസ്റ്റിക് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഫോംഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സിവിയർ ക്രഷിംഗ് ആൻഡ് ഷിയറിംഗ്. പിന്നെ വരുന്നത് ഷിസ്റ്റോസ് സ്ട്രക്ചർ ആണ്. ദ റോക്ക് വിത്ത് ദ സ്ട്രക്ചർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രോഡ്ലി പാരലൽ ലെയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ പടത്തിൽ തന്നെ മനസ്സിലാവും പാരലൽ ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക സ്ട്രക്ചർ. പിന്നെ വരുന്നത് നെയ്സോസ് സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിൽ എന്താ ഉണ്ടായിരിക്കുക? ഫ്ലേക്കി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, പ്ലേറ്റി ആൻഡ് ഫ്ലേക്കി മിനറൽസ് alternate with those of equidimensional and granular minerals ആയിരിക്കും. പ്ലേറ്റി ആൻഡ് ഫ്ലേക്കി മിനറൽസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ നെയ്സോ സ്ട്രക്ചറിൽ. അതിന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി വി ഹാവ് ഡിഫറെന്റ് ബാൻഡ്സ് ഹിയർ. ഒരു ബാൻഡിൽ ഫ്ലേക്കിയും ഒരു ബാൻഡിൽ പ്ലേറ്റിയും ആയിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് മാക്യുലോ സ്ട്രക്ചർ ആണ്. നമ്മുടെ സെഡിമെന്ററിയിൽ നോഡ്യൂൾസ് പോലെ ഇവിടെ സ്പോട്ടഡ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഫൈനലി ഗ്രാനുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈക്ക് സ്ട്രക്ചർ ഓഫ് മെറ്റാമോർഫിക് റോക്ക് ലൈക്ക് മാർബിൾസ് ആൻഡ് ക്വാർട്സൈറ്റ് characterized by an essential granular character ആയിരിക്കും. സി ഗ്രാനുൾസ് പോലെ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ കാണാനിരിക്കുക. അതിനെയാണ് നമ്മൾ ഗ്രാനുലോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വി ഹാവ് cataclastic, schistose, gneiss, maculose and granulose structure. Okay. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റാമോർഫിക് റോക്സ്. ഫസ്റ്റ് വൺ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദേ ഷോ പാരലൽ ബിഹേവിയർ. എക്സാമ്പിൾ സ്ലേറ്റ്. സ്ലേറ്റ് എവിടെന്നാ ഫോം ചെയ്യുന്നത്? ഷെയിൽ എന്നല്ലേ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷെയിലിന് എന്താ ഉള്ളത്? ലെയേഴ്സ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ലേറ്റിന് നമുക്ക് ലെയേഴ്സ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. നോൺ ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പാരലൽ ബിഹേവിയേഴ്സ് ഒന്നുമില്ല. എക്സാമ്പിൾ മാർബിൾസ് ആൻഡ് ക്വാർട്സൈറ്റ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള മെറ്റാമോർഫിക് റോക്സ് ആണ് ക്വാർട്സൈറ്റും മാർബിളും. ക്വാർട്സൈറ്റ് എന്താണ്? ഗ്രാനുലാർ ആണുള്ളത്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് ഇന്റർസാച്ചുറേറ്റഡ് ഗ്രെയിൻസ് ഓഫ് ക്വാർട്സ് ആണ്. ക്വാർട്സൈറ്റിൽ കൂടുതലും ക്വാർട്സ് ആണ് ഉണ്ടാവുക. ക്വാർട്സ്, മൈക്ക, ഫെൽസ്പാർ ഒക്കെ കാണും. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും ഓർത്ത് വെക്കേണ്ടത് ക്വാർട്സൈറ്റ് എവിടെ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഫ്രം ലൈം സ്റ്റോൺ. അത് എഴുതാണ്ട് വേറെ എന്ത് സ്റ്റോറി എഴുതിയാലും മാർക്ക് കിട്ടില്ല. Okay, it is formed from limestone. Okay, quartz is used for building as well as road construction. Ini marble. Marble form ചെയ്തിരിക്കുന്നത് from carbonate group of sedimentary rocks. Sedimentary rocks തന്നെയാണ് മാർബിളും ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ സെഡിമെന്ററി ഒന്നും അല്ല. കാർബൺ കണ്ടന്റ് കൂടുതലുള്ളത് നിന്ന്. കാർബൺ കണ്ടന്റ് കൂടുതലുള്ള സെഡിമെന്ററി റോക്സിൽ മെറ്റാമോർഫിസം നടക്കുമ്പോഴാണ് നമുക്ക് മാർബിൾ കിട്ടുന്നത്. നമ്മൾ മാർബിൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫ്ലോറിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാർബിളും നമുക്ക് ലൈം സ്റ്റോൺ എന്ന് പറയാം. മാർബിളും ക്വാർട്സൈറ്റും രണ്ടും ലൈം സ്റ്റോൺ എന്നാണ്. സ്ലേറ്റ് എവിടെ നിന്നാണ് വരുന്നത്?
ഷെയിലിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സ്ലേറ്റ് ഫ്രം ഷെയിൽ. സോ ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ചില ടേംസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ലീനിയേഷൻ? ലീനിയേഷൻ ഇസ് നത്തിങ് ബട്ട് പാരലലിസം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റോക്സിലുള്ള എലമെന്റ്സിനെ ലീനിയർ ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ പാരലലിസത്തിനെയാണ് നമ്മൾ ലീനിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ഇക്വിഡൈമെൻഷണൽ മിനറൽസ് ആണ് നമുക്ക് ലീനിയേഷനിൽ കാണാൻ പറ്റുന്നത്. ലൈക്ക് ഓരോ മിനറൽസും പാരലൽ ടു വൺ അനദർ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ലീനിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ വാക്കുകളൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ലീനിയേഷൻ ചോദിക്കുമ്പോൾ അലൈൻമെന്റ് ഓഫ് ലീനിയർ എലമെന്റ്സ് ഇൻ റോക്ക് ആണ് ലീനിയേഷൻ എന്ന് പറയുക. ഓക്കെ, 3 ടൈപ്പ് ലീനിയേഷൻ ആണ് ഉള്ളത്: ഇന്റർസെക്ഷൻ, ഗ്രാനുലേഷൻ, മിനറൽ ലീനിയേഷൻ ആൻഡ് സ്ട്രെച്ചിങ് ലീനിയേഷൻ ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് 2 പ്ലാനാർ ഫീച്ചേഴ്സ് ആണ്. ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾഡ് ഇല്ലേ, ഫോൾഡ് ഹിഞ്ചസ് ആൻഡ് ഫോലിയേഷൻ, അതിന്റെ ഒരു ഇന്റർസെക്ഷൻ ആണ്. ഫോൾഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് എന്താ പറയണ്ടേ, ഇറ്റ്സ് എ വീക്ക് സോൺ ആണ്. ഓക്കെ, ഫോൾഡിന്റെയും ഫോലിയേഷന്റെയും ഇന്റർസെക്ഷൻ വഴിയാണ് നമുക്ക് ഗ്രാനുലേഷൻ കിട്ടുന്നത്. ഓക്കെ, then alignment of minerals due to recrystallization കാരണം ഉണ്ടാവുന്ന ലീനിയേഷനെയാണ് നമ്മൾ മിനറൽ ലീനിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് സ്ട്രെച്ചിങ് ലീനിയേഷൻ. ഓക്കെ, മിനറൽസിന് സ്ട്രെച്ചിങ് ഡിഫോർമേഷൻ സംഭവിക്കുമ്പോഴും സ്ട്രെച്ചിങ് നടക്കുമ്പോഴും ഈ മോളിക്യൂൾസോ അല്ലെങ്കിൽ മിനറൽസോ ഒക്കെ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെടും. Now, what is foliation? നമ്മൾ പലയിടത്തും കേട്ട വാക്കാണ് ഫോലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ ലെയേഴ്സ് ആയിട്ടായിരിക്കും റോക്സ് ഉണ്ടാവുന്നത്. ആ ഓരോ ലെയറിനെയും നമുക്ക് പീൽ ഓഫ് ചെയ്ത് എടുക്കാൻ പറ്റും. This term explains the layered structures in metamorphic rocks. The granular minerals make one layer followed by another layer of flaky or platy minerals, both upwards and downwards. And the structure is repeated in 3 dimensions in the entire mass. That is, ആദ്യം ഒരു ടൈപ്പ് മിനറലിന്റെ ലെയർ ആയിരിക്കും, അടുത്ത് രണ്ടാമത്തെ ഒരു മിനറൽ ലെയർ ആയിരിക്കും. അങ്ങനെ ലെയേർഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോലിയേഷൻ എന്ന് പറയുന്നത്. ഇത് സെഡിമെന്ററി റോക്സിലും കണ്ടുവരും ഈ ഫോലിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഷിസ്റ്റോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഷിസ്റ്റോസിറ്റി? ഇതും എന്താണ്? പാരലൽ അഥവാ സബ് പാരലൽ ലെയേഴ്സ് ഓഫ് പ്ലേറ്റി ആൻഡ് ഫ്ലേക്കി മിനറൽസ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ പാരലൽ ലെയേഴ്സ് ഫോം ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആൻഡ് പ്രഷർ ഡ്യൂറിങ് മെറ്റാമോർഫിസം. ഓക്കെ, ഈ ഹൈ ഹീറ്റ് ആൻഡ് പ്രഷർ ഡ്യൂറിങ് മെറ്റാമോർഫിസം നടക്കുമ്പോൾ റീക്രിസ്റ്റലൈസേഷൻ നടക്കും. അതിൻ്റെ ഒപ്പം എന്താ സംഭവിക്കുക? റീഓറിയന്റേഷനും നടക്കും. അങ്ങനെയാണ് ഈ ഡിഫറെന്റ് ബാൻഡ്സ് ഫോം ചെയ്യുന്നത്, ഡിഫറെന്റ് പാരലൽ ബാൻഡ്സ് ഫോം ചെയ്യുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, ദിസ് ഇസ് ദ സ്ട്രക്ചർ formed by the combined action of thermal and dynamic metamorphism on shales, granites or basalt. Now what is gneiss? Okay, this type of structure is mainly found in mineral gneiss il കാണപ്പെടുന്ന structure ആണ് ഈ gneiss എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? gneiss-ലും ലെയേഴ്സ് തന്നെയാണ് ഉള്ളത്, പക്ഷെ ഒരു ഡാർക്ക് ലെയറും ഒരു ലൈറ്റ് ലെയറും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് ഡാർക്ക് ലെയർ എന്ന് പറയുമ്പോൾ അയണും മാഗ്നീഷ്യം ഉണ്ടാവും, ലൈറ്റ് ലെയറിൽ അയണും മാഗ്നീഷ്യവും കാണില്ല. സോ gneiss മിനറലിൽ എന്താണ്? ഒരു ലെയർ അയണും മാഗ്നീഷ്യവും ഇല്ല, മറ്റേ ലെയറിൽ അയണും മാഗ്നീഷ്യവും ഉണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സ് ഫോം ചെയ്യുന്നതാണ് gneiss മിനറൽ. ആ gneiss മിനറലിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ gneiss എന്ന് പറയുന്നത്. ഈ gneiss എന്തിന്റെ റിസൾട്ട് തന്നെയാണ്? മെറ്റാമോർഫിസത്തിന്റെ റിസൾട്ട് തന്നെയാണ്.